بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. عن عائشة رضي الله عنها أن رسول الله صلى الله عليه وسلم قال: تحروا ليلة القدر في الوتر من العشر الأواخر من رمضان. മിസ്സസുല പറഞ്ഞു, റമദാനിലെ അവസാന 10 ഒറ്റയായ ദിനങ്ങളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുക. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് ഖുർആനിൽ 2 സൂറത്തുകളിൽ വിവരിക്കുന്നുണ്ട്. ഒന്ന് സൂറത്തുൽ ഖദറിൽ, മറ്റൊന്ന് സൂറത്തുൽ ദുഖാനിൽ. സൂറത്തുൽ ഖദറിൽ പറയുന്നത് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദരി ഖൈറും മിൻ അൽഫി ഷഹർ തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ സലാമുൻ ഹിയ ഹത്താ മത്ലഇൽ ഫജ്ർ. ഈ ഖുർആനിനെ നാം വിധി നിർണയ രാവിലാണ് ഇറക്കിയിട്ടുള്ളത്. വിധി നിർണയ രാവ് എന്നാൽ എന്താണെന്ന് നിനക്കറിയുമോ? അത് 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠകരമാണ്, മഹത്വമേറിയതാണ്. അതിൽ മലക്കുകളും റൂഹും അഥവാ ജിബ്രീൽ എന്ന മലക്കും അവരുടെ റബ്ബിൻ്റെ അനുമതിയോടെ സകല വിധികളുമായി ഇറങ്ങുന്നു. ആ രാവ് തികച്ചും സമാധാനമാകുന്നു പ്രഭാതം വരേക്കും. വിശുദ്ധ ഖുർആന്റെ അവതരണം ആരംഭിച്ചത് റമദാൻ മാസത്തിലായിരുന്നുവെന്ന് സൂറത്തുൽ ബഖറ 185 ആയത്തിൽ പറയുന്നുണ്ടല്ലോ. ഷഹ്റു റമദാൻ ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. ഖുർആൻ അവതീർണമായ മാസമാണ് റമദാൻ. മുസാസലമ ഹിറാ ഗുഹയിൽ ധ്യാനനിരതനായിരിക്കെ ജിബ്രീൽ അലൈഹിസ്സലാം പ്രത്യക്ഷപ്പെടുകയും സൂറത്തുൽ അലക്കിലെ ആദ്യത്തെ 5 ആയത്തുകൾ അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നീട് 23 വർഷക്കാലത്തിനിടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകൾക്കനുസൃതമായി ജിബ്രീൽ അലൈഹിസ്സലാം സംഭവങ്ങളും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് ആയത്തുകളും സൂറത്തുകളും അവതരിപ്പിച്ചുകൊണ്ടിരുന്നു. ഖുർആൻ്റെ അവതരണത്തെക്കുറിച്ച് സൂറത്ത് ദുഖാനിൽ പറയുന്നത് ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻദിരീൻ ഫീഹാ യുഫ്രഖു കുല്ലു അംരിൻ ഹക്കീം. ഒരു അനുഗ്രഹീതമായ പുണ്യരാവിലാണ് ഈ ഖുർആനെ നാം അവതരിപ്പിച്ചിട്ടുള്ളത്. ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുവാനായി നാം ഉദ്ദേശിച്ചിരുന്നു. അതിനുവേണ്ടിയാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത് എന്നർത്ഥം. നമ്മുടെ സന്നിധിയിൽ നിന്നുള്ള സകല കാര്യങ്ങളും സകല കൽപ്പനകളും യുക്തിയുക്തമായി തീരുമാനിക്കപ്പെടുന്ന രാവാണത്. ഖുർആൻ്റെ അവതരണം ആരംഭിച്ച ആ രാവിനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ സൂറത്തിലും പരാമർശിച്ചിട്ടുള്ളത്. ലൈലത്തുൽ ഖദറിൽ ഖുർആൻ്റെ 2 വിധത്തിലുള്ള അവതരണങ്ങൾ നടന്നിട്ടുണ്ട്. ആദ്യത്തേത് ലൗഹിൽ മഹ്ഫൂദിൽ നിന്ന് 1-ാം ആകാശത്തിലെ ബൈത്തുൽ ഇസ്സയിലേക്ക് ഇറക്കിയതാണ്. ഇത് ലൈലത്തുൽ ഖദറിൽ ആയിരുന്നു. ഭൂമിയിലേക്ക് അഥവാ നബിസല്ലല്ലാഹു മലക്ക് ജിബ്രീൽ മുഖേന ഖുർആൻ ആദ്യമായി അവതരിപ്പിച്ചതും ലൈലത്തുൽ ഖദറിലായിരുന്നു. പിന്നീട് 23 വർഷക്കാലത്തിനിടക്ക് ആണ് ഖുർആൻ പൂർണ്ണമായും ഇറക്കപ്പെട്ടത്. ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച് ഖുർആനിൽ വിവിധ ആയത്തുകളിൽ പരാമർശിച്ചിട്ടുണ്ട്. സൂറത്തുൽ ബുറൂജിൽ പറയുന്നു, ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂദ്. ഈ ഖുർആൻ ഔന്നത്യമുള്ളതാണ്, അതിശ്രേഷ്ഠകരമായ വേദഗ്രന്ഥമാണ്, സുരക്ഷിതമായ ഫലകത്തിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ടതുമാണ്. അഥവാ അള്ളാഹുവിലുള്ള സുരക്ഷിതമായ ഫലകത്തിൽ സ്ഥാപിക്കപ്പെട്ടതാണ്. അതിനാൽ ഒരു മാറ്റത്തിരുത്തിൽ നടക്കുകയില്ല. അതിൽ പറഞ്ഞ ഏത് കാര്യവും സംഭവ്യമാണ്. അവ തെറ്റിക്കുവാനോ മാറ്റം വരുത്തുവാനോ ലോകത്ത് ഒരു ശക്തിക്കും സാധ്യമല്ല. ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച് ഖുർആനിൽ പല പേരുകളിലും പറയപ്പെടുന്നുണ്ട്. ഇമാമുൻ മുബീൻ എന്ന് പറയുന്നുണ്ട്. കുല്ലു ഷൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ സൂറത്ത് യാസീനിൽ പറഞ്ഞതുപോലെ. കിതാബ് എന്ന് പല ആയത്തുകളിലും പറയുന്നുണ്ട്. ഇപ്പോൾ സൂറത്തുൽ ഹജ്ജിൽ 70-ാമത്തെ ആയത്തിൽ പറയുന്നു ഇന്നദാലിക ഫീ കിതാബിൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിനെ കുറിച്ച് ഫത്ഹുൽ ബാരിയിൽ പറയുന്നത് അള്ളാഹുവിൻ്റെ സിംഹാസനത്തിൻ്റെ മുകളിലാണ് അതിൻ്റെ സ്ഥാനം എന്നാണ്. ലൈലത്തുൽ ഖദർ ഏത് ദിവസമാണെന്നതിനെക്കുറിച്ച് വ്യത്യസ്തമായ 40ഓളം റിപ്പോർട്ടുകളുണ്ട്. അതിൽ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെ അഭിപ്രായത്തിൽ ഇവിടെ ആദ്യം ഉദ്ധരിച്ച ഹദീസിൽ പറഞ്ഞതുപോലെ റമദാനിലെ അവസാന 10 ഒറ്റയായ രാത്രിയിലാണ് അതിനെ പ്രതീക്ഷിക്കേണ്ടത്.
റളിയല്ലാഹു അൻഹു, ഹുദൈഫ റളിയല്ലാഹു അൻഹു തുടങ്ങിയവരുടെ അഭിപ്രായത്തിൽ റമദാനിലെ 27-ാം രാവിലാണ് ലൈലത്തുൽ ഖദർ. ഉബാദത്ത് ബിൻ സാമിത്ത് റളിയല്ലാഹു അൻഹു നിന്ന് ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം പറയുന്നതായിട്ട് ഉദ്ധരിക്കപ്പെടുന്നുണ്ട്. ലൈലത്തുൽ ഖദർ അവസാന 10, 21, 23, 25, 27 രാവുകളിൽ പ്രതീക്ഷിക്കുക എന്നാണ്. അവസാനത്തെ 10 എല്ലാ ദിനങ്ങളിലും ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ചുകൊണ്ട് കൂടുതൽ ഇബാദത്തുകളിലും സൽക്കർമ്മങ്ങളിലും ദാനധർമ്മങ്ങളിലും നിരതരാകുകയാണ് വേണ്ടത്. ഇഅ്തികാഫ്, പ്രാർത്ഥന, ഖുർആൻ പാരായണം, ദിക്ർ, സ്വലാത്ത് ഇതിലൊക്കെ മുഴുകി ഇതിൽ ആയിരിക്കണം ഈ ദിനങ്ങൾ ചിലവഴിക്കേണ്ടത്. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, മൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനം വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബി. പരിപൂർണമായ ഈമാനോടും പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ടും ലൈലത്തുൽ ഖദ്റിൽ നിസ്കരിച്ചാൽ അവൻ്റെ മുൻകഴിഞ്ഞു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു തആല പുറത്തു കൊടുക്കുന്നതാണ്. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.